മാനം ചിരിക്കുകയാണ്, ഭൂമി കരയുകയും. ഭാഗി, ഞാൻ കണ്ടില്ല. വേലിക്കപ്പുറത്ത് മറഞ്ഞു നിന്നാൽ എങ്ങനെ കാണാനാ? മറഞ്ഞു നിന്നാൽ ഭാഗ്യക്കും എനിക്കുമിടയിൽ ഈ നാശം പിടിച്ച വേലി ഉണ്ടായി എന്ന് സത്യമാണ്. എന്താ ഇത്ര നേരത്തെ? തിരുവാതിര കുളിക്കാനാ? പുഴക്കടവിൽ നിന്ന് തുടിയും പാട്ടും കേട്ടപ്പോൾ ഉണർന്നു. പിന്നെ ഉറക്കം വന്നില്ല. ഇവിടെ നിന്ന് പുഴക്കരയിൽ തീ കായുന്ന കുട്ടികളെ നോക്കി അസൂയപ്പെടുകയായി. അസൂയോ? എന്തിന്? മുതിർന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അവർ നേടിയിരിക്കും. കുട്ടിക്കാലത്ത് അമ്മയും അമ്മായിയും തിരുവാതിര കുളിക്കുമ്പോൾ മേൽക്കരയിൽ തീ കാഞ്ഞിരുന്ന ഓർമ്മയുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ, അത് മതി. പിന്നെ ഭാഗ്യ, ആരാ പറഞ്ഞത്? ആരെങ്കിലും ആവട്ടെ, ഭാഗ്യ പറ്റുള്ളൂ. നീ എങ്ങോട്ടാ? നീ മോർണിംഗ് വാക്കിന്. ആരോഗ്യത്തിന് നല്ലതാണോ അല്ലേ? എന്താ വേലിക്കൊരു വളവ്? വേലിക്കോ കേട് അതോ കണ്ണിനോ ചെറിയമ്പര? ഇങ്ങോട്ട് വളയ്ക്കുന്നതിൽ എളുപ്പമാണല്ലോ അങ്ങോട്ട് വളച്ചു കെട്ടുന്നത്. മാവ് നിങ്ങളെ പറമ്പ് കിട്ടണമെങ്കിൽ വല്യമ്പരാനോട് ചെന്ന് പറയും. ഇന്റെ അനിയത്തിക്ക് പാഞ്ഞാറാൻ വരണ്ട. നീ എന്താ ആളെ പേടിപ്പിക്കണം? നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിന്ന്. എടാ അനിയ, താണോയിത്തം കാണിച്ച് പിന്നെ അവൻ ഒക്കാണത്തിന് വരുന്നു. പോ, നീ വീട്ടിൽ പോ. പോകാൻ. എടാ, ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിന്റെ പല്ല് ഞാൻ തെറിപ്പിച്ചുകളെ. അവനേതോ തെണ്ടിച്ചെടുക്കണമെന്നാണോ നിന്റെ വിചാരം? എന്നോട് വെറുതെ തട്ടിക്കയറാൻ വന്നിട്ടല്ലേ? എന്നാൽ നീ എന്ത് ചെയ്യുമെന്ന്? എന്താ ചാത്താ? മാവ് അവരുതാണത്രേ. അത് അവനെന്ന് പറഞ്ഞെങ്കിൽ ന്യായമാണ്. നീ ഒന്ന് സമ്പാദിച്ചു കൊടുക്കേണ്ട വലിയമ്മാവന് സ്വത്ത്. പറഞ്ഞതാ കാര്യം. ഒരു കാര്യക്കാരൻ മാപ്പിള വന്നിരിക്കണ്. ചാത്താ, നിന്റെ തണ്ടും തടിയും കണ്ടിട്ടേ വീരാൻകുട്ടി പറക്കില്ല കേട്ടാ. ഇവനെപ്പോലെ 4 ആളെ പണിക്ക് കിട്ടിയാൽ മതി, നാട് മുഴുവൻ ജന്മാക്കും. മാവിന്റെ കാര്യമല്ല പറഞ്ഞത്, അനിയനോട് ഇവൻ ധിക്കാരം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ആരില്ലാത്ത കുട്ടികളെ ചിന്തം ചെയ്യാമെന്നോ? എന്താ ഇവിടെ എന്താ ബഹളം? എന്താ ചാത്താ? അടിയൻ വെയിൽ കെട്ടുമ്പം അവര് ബക്കാണത്തിന് വന്ന് മാവ് അവരുതാണത്രേ. ഇത്ര പോന്ന നീ ആ കേസിനും കൂട്ടത്തിനും മരുന്ന്. മാവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചാത്തൻ ഒക്കെ എനിക്കറിയണ്ടാ, ഒക്കെ എനിക്കറിയും. എന്റെ പണിക്കാര് വേലി കെട്ടിച്ച മാവ് എന്റെതാ. സിവിലും ക്രിമിനലും ഒക്കെ ഞാനും കുറെ കണ്ടതാ. ന്യായം കെട്ടിട്ട് വാക്കുപോലും ഞാൻ പറഞ്ഞില്ല മാവ. പിന്നെ ഞാനോ? ആ വെട്ടിന് കിട്ടുമല്ല അതിന്റെയും കിട്ടുക വേലി നടക്കുന്ന പറഞ്ഞെങ്കിൽ ഒന്ന് കാണട്ടെ. കയ്യൂക്കൊള്ളാൻ എടുത്താണല്ലോ ന്യായം. എനിക്ക് മാവ് വേണ്ട, പക്ഷേ നിങ്ങളേടാ, എനിക്ക് നിന്റെ ഒന്നും ദാനം വേണ്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ വേലി കെട്ടുകയും ചെയ്യും, മാവ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ബലാബലം നോക്കാനാണെങ്കിൽ കാര്യം വേറെ. 4 പേര് കാണട്ടെ. ന്യായപ്രകാരം വേണം കൂടി പറഞ്ഞാ നേര്. മാവ് ഇപ്പുറത്തേക്കാ. വീട്ടിൽ കണ്ട് കെട്ടുകടാ വേലി. അമ്മാവൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് കുറച്ച് ധിക്കാരമാവും. അമ്മയിൽ ഇടപെടരുത്. നിന്നോട് ഇവിടെ വരാനാ പറഞ്ഞത്. ഇവിടെ വരാനാ പറഞ്ഞത്. ഞങ്ങളാണ്. മറ്റന്നാ കാളയെ തുറക്കുകയാണ്. നാളെ പോകണം. പോയിക്കോ, പോകണ്ടോര് പോയിക്കോളിൻ. അതിന് ഞാനെന്ത് വേണം? തുറക്കുന്ന ദിവസം തന്നെ ഫീസ് കെട്ടണം. പിന്നെ ഹാസ്റ്റലില് പണം വേണം അല്ലേ? എന്റെ കയ്യിൽ പണം ഇല്ല. നീയൊക്കെ വലിയ കാര്യക്കാരനല്ലേ, പണം ഉണ്ടാക്കിക്കോളിൻ, പഠിച്ചോളിൻ. വല്യമ്മവൻ അങ്ങനെ പറയുന്നത് സങ്കടമാണ്.
വലിയമ്മാവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയമ്മാവനുണ്ടല്ലോ, അവനോട് പറ പഠിപ്പിക്കാൻ. ആ പ്രമാണിയോട്. പൊയ്ക്കോളി. ഞാൻ അത്യധ്വാനം ചെയ്ത് വല്ലതും 4 കാശ് ഉണ്ടാക്കിയത് കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാ കുറുപ്പിലെങ്ങനെ കടിക്കുന്നതല്ലേ കാലം. അമ്മ കേട്ടില്ലേ അച്ഛന്റെ ചാട്ടവും കളിയും? ഇത് ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ലോ. ആരോടാ? ബാലേട്ടനും അനിയേട്ടനും കോളേജിൽ പോണ്ട, പഠിപ്പിക്കാൻ വയ്യാന്ന്. ഇതാ ഇപ്പൊ നന്നായത്. മനുഷ്യന്മാരിങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യാ? സുഖമില്ലാണ്ട് കിടക്കുന്ന മാതേർത്തിക്ക് ഇതൊക്കെ കേട്ട വല്ല സമാധാനം ഉണ്ടാവൂ? ഇങ്ങനെയൊക്കെ തുടങ്ങിയ ദൈവദോഷമാണ് കേട്ടോ. 5-6 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ യോഗം ഉണ്ടെങ്കിൽ അവരും ഒരു വഴിക്കായി. കേശും ആ കുട്ടികളും തമ്മിൽ ഭേദം വിചാരിക്കാൻ പാടുമോ? ലക്ഷ്മിട്ടേ വേണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഏട്ടനെ ചുണ്ടി പിടിച്ചിരിക്കുന്ന സമയം ആയതുകൊണ്ടാവും. നീ ഒന്നും കൂടി ചെന്ന് പറയും. വളരെ താടുകയാണ് പറഞ്ഞു അമ്മേ. ഇനി പറഞ്ഞതുകൊണ്ട് ഫലമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അമ്മാവന്മാർ അങ്ങനെയൊക്കെ തന്നെയാ പറയൂ. അനിയ, നീ ഒന്ന് ചെന്ന് പറ. കെഞ്ചാൻ എന്നെ കൊണ്ടാവില്ല. ആരും പറയണ്ട, ഞാൻ പോയി പറഞ്ഞോളാം. മോളെ, കൊച്ചമണി, ഒരു നിറമുള്ള തോർത്തിങ്ങെടുത്താ. അമ്മ ഈ വയ്യാത്തിടത്ത്. ഓ, 6:64 വഴിയില്ലല്ലോ. ഏട്ടനോട് ഞാനൊന്ന് പറയട്ടെ. അവൻ എന്നോട് കാര്യം പറയുന്നു, അതും കായ്ക്കാത്തവർ തന്തമാവിന് വേണ്ടി. കുട്ടികൾ കഥയില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഏട്ടൻ അത് കാര്യാക്കരുത്. മാതേർത്തിക്ക് എന്താ നടന്നതൊക്കെ ഞാൻ പണിക്കാരോട് ചോദിച്ചറിഞ്ഞു. ബാലന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നേ. ലക്ഷ്മിയെ വേണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. 2 ആളുടെയും കൂടി ഭാരം നിവർത്തിക്കാൻ എന്നെ കൊണ്ടാവില്ല. കേശുവിന്റെ ചെലവ് വേറെ. ഒരാളെ ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ അനിയനോ? അതിന് നിങ്ങൾക്കും ഉണ്ടല്ലോ കുറച്ചു വരവൊക്കെ. അരിഷ്ടിച്ച് പിടിച്ചാൽ ചെലവ് മുട്ടും. അത്രയ്ക്കേ ഉള്ളൂ എന്ന് ഏട്ടൻ അറിഞ്ഞൂടെ? ഞാൻ മാധവി പൊയ്ക്കോ. കഴിവുണ്ടായിട്ടല്ല, എന്നാലും ഒരാളെ ഞാൻ പഠിപ്പിച്ചോളാം. അതിലപ്പുറം എന്നെ കൊണ്ടാവില്ല. അനിയ, നീ എന്തായി കാട്ടുന്നേ? പോകാനൊരുങ്ങുകയാണ്, അത്രമാത്രം. അപ്പോ അമ്മ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? കേട്ടു. ബാലേട്ടൻ പോയി പഠിക്കും, ഡിഗ്രി എടുക്കും, ഉദ്യോഗസ്ഥനാവും. ഞാനിവിടെ ഈ കാട്ടുമുക്കിൽ കരിയുന്ന വിഭവം പിടിച്ച് നശിക്കും, അതല്ലേ? അതല്ല, ഒരാൾക്കേ പഠിക്കാൻ പറ്റൂ എന്ന്. അതിന് സർവഥാ യോഗ്യൻ ഒരാളേ ഉള്ളൂ, ബാലേട്ടൻ. അല്ല, നീ ക്ഷമയോടെ ഒന്ന് കേൾക്ക്. നിനക്ക് ചെറുപ്പമാണ്. 6-7 മാസം വെറുതെ ഇരുന്നാൽ മതി. എനിക്കൊരു ജോലി കിട്ടിയാൽ എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. നിനക്കപ്പോൾ പഠിപ്പ് തുടരാം. മഹാമനസ്കത തന്നെ. അനിയ, അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത്? അനിയ, ചെറിയ കുട്ടികളെ പോലെ നീ ഇങ്ങനെ വാശി പിടിച്ചാലോ? അമ്മയുടെ ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. കുറ്റമൊക്കെ അനിയന്. മൂത്ത മകൻ ചെയ്യുന്ന നോക്കി ശരി. ആരെന്ത് പറഞ്ഞാലും ഞാൻ പഠിക്കാൻ പോകുന്നു. വലിയ മാമയുടെ കാല് പിടിച്ചിട്ട് ഒരാളെ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചത്. ഒരാൾ ഒരാൾ എന്തിനും ഒരാൾ, എനിക്കൊന്നും വേണ്ടി. അനിയേട്ടാ, അനിയ, നീ കുറച്ച് ശാന്തമായി ആലോചിക്കുക. എല്ലാവരും അറിയാനാണ് ഞാൻ പറയുന്നത്. പഠിപ്പിക്കാൻ പണമില്ലെങ്കിൽ വേണ്ട, എന്റെ ഭാഗം മുതൽ തന്നേക്കും. അത് വിറ്റ് ഞാൻ പഠിച്ചോളാം. അനിയ, അമ്മേ, അമ്മേ, അമ്മേ,
ആരും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ ആരെയും ജയിക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. എനിക്കും വല്ലതും സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. അനിയ, നീ കോളേജിൽ പോയിക്കോ. നിനക്ക് ഭ്രാന്താണ്. വാശിക്കില്ല ഒരു അതിരൊക്കെ. നീ പോയി പഠിച്ചു. ഞാൻ വിചാരിച്ചതാണ് തെറ്റ്. കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും അതിനവസരം കിട്ടട്ടെ അമ്മേ. അത് അനിയനായാലെന്ത്, ഞാനായാലെന്ത്. ഞാൻ പോണു അമ്മേ. എവിടെ ബാലേട്ടൻ? കേശു യാത്ര പറയാൻ വന്നപ്പോൾ അവന്റെ കൂടെ ഇറങ്ങിയതാവും. വന്നാ ഞാൻ പോയെന്ന് പറഞ്ഞേക്കും. മോനെ, മനയെല്ലാം മനസ്സോടെയാണ് അമ്മാമ്മ പഠിപ്പിക്കണേ. ആ ഓർമ്മ വേണം. ഇതാ പെട്ടിയിൽ വെച്ചോളൂ. എന്താ ഇത്? പഴമാണ്, വഴിക്ക് കഴിക്കാനാ. എനിക്ക് വേണ്ട. അനിയ, നീ മാത്രം തിരിച്ചു ചെല്ലുമ്പോൾ ഹോസ്റ്റലിൽ പലരും ചോദിക്കും. പറഞ്ഞേക്ക്, ഭാഗം കഴിഞ്ഞ് വീട്ടിലാളില്ല, അതുകൊണ്ട് പഠിപ്പ് നിർത്തിയെന്ന്. പഠിപ്പിൽ ശ്രദ്ധിക്കും. ഫുട്ബോളും ടൂർണമെന്റുമായി നടന്ന് സമയം കളയരുത്. മെയിൻ ഹോസ്റ്റലിലെ സുഖു എനിക്ക് 10 രൂപ തരാനുണ്ട്. അത് വാങ്ങി ഒരു ഷർട്ട് തുന്നിച്ചു. നടന്നു. കടവത്ത് കേശു കാത്തു നിൽക്കുന്നുണ്ടാവും. ഇതാ വഴിക്ക് കഴിക്കാൻ. ബീരാൻകുട്ടിയാപ്പിള കന്നു വാങ്ങിയോ? അല്ല, തമ്പുരാൻ തന്നെയാ വാങ്ങിയത്. പഠിക്കുന്ന പാടത്തെ ഊർച്ചയ്ക്ക് ഇറക്കുന്നുണ്ടോ എറിയമ്പുര? എടോ, എന്റെ തമ്പുരാനെ കന്നുണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ കന്നിറങ്ങിയ തല പോവോ? അല്ല, ഞാനൊന്ന് ചോദിച്ചു പോയതാ. അല്ല, ഓന്റെ ഒരു ഭർത്താനേ. മേനോ കൂടി നടക്കി. ഇങ്ങോട്ട് ഇത് പിടിക്കി, നമ്മളൊന്ന് പാടത്ത് പോയിട്ട് വരാം. പോലെ പിടിക്കീന്ന് കന്നിനെ തെളിക്കാനും കരി പിടിക്കാനും